ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു തേങ്ങ അരച്ച കിഴങ്ങറിയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം നമ്മളൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് നമ്മുടെ കിഴങ്ങ്, അതുപോലെ തന്നെ സവാള ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ തക്കാളി, ക്യാരറ്റ് ഇത്രയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കിഴങ്ങ് മുമ്പേ അരിഞ്ഞു വെച്ച കിഴങ്ങ്, അതുപോലെ തന്നെ സവാള, പച്ചമുളകും കൂടെ ചേർക്കണം, അത് മറക്കരുത് കേട്ടോ. സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വേണം ബാക്കിയായിട്ടുള്ള നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റി ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിഴങ്ങ് വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കേണ്ട, കാരണം നമ്മൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരച്ചത് ചേർക്കാനുള്ളതാണ്. അത്യാവശ്യം നിങ്ങളുടെ ചാറ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, കറി എത്രയാണോ വേണ്ടത്, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇത്രയും അളവിനാണ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. കിഴങ്ങൊക്കെ ഒന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാനാണ് ഉള്ള ടൈമാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് തണുത്ത് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നല്ല വെന്ത് നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നമ്മുടെ ചാറിന് വേണ്ടത് മാത്രമായിട്ട് ഉണ്ട്. ബാക്കിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിനി ഗ്യാസ് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വഴറ്റി വെക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്തേക്ക് മുളക് ചേർക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നിങ്ങൾ മുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിയുടെ അളവനുസരിച്ച് വേണം മുളക് ചേർക്കാൻ. നിങ്ങളിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മുളകിൻ്റെ എരിവ്, നമുക്ക് എത്ര എരിവാണ് വേണ്ടത് എന്ന് നോക്കിയിട്ടൊക്കെ വേണം മുളക് ചേർക്കാൻ കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത്രയായി കഴിഞ്ഞാൽ ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. എനിക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു, അതാ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തത്. അങ്ങനെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ഈ കറി തിളയ്ക്കാൻ പാടില്ല, ചൂടാവാനേ പാടുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി വേണം ഈ കറിയെ ചൂടാക്കി എടുക്കാൻ. ഒത്തിരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഒരു തിക്നെസ് പോയിട്ട് ഭയങ്കര വെള്ളം പോലാവും. അപ്പോൾ കറിക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണല്ലോ ടേസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കറിയെ നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ടേസ്റ്റി തേങ്ങ അരച്ച കിഴങ്ങറിയുടെ റെസിപ്പി. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.